ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന അതീവ രഹസ്യമായ ഒരു വാർത്തയാണ് ഇനി. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയും ഇറാനും ഒരു മെഗാ ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം $589 മില്യൺ, അതായത് ഏകദേശം 500 മില്യൺ യൂറോയുടെ വമ്പൻ ആയുധ ഇടപാട്. മോസ്കോയിലെ അടച്ചിട്ട മുറികളിൽ വെച്ച് നടന്ന ഈ ചർച്ചകളുടെ വിവരങ്ങൾ ഇപ്പോൾ ചോർന്നിരിക്കുകയാണ്. വെറും ഒരു കച്ചവടമല്ല ഇത്. പശ്ചിമേഷ്യയിലെ സൈനിക ബാലൻസ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നീക്കമാണ്. എന്താണ് ഈ കരാറിന് പിന്നിൽ? ഏതാണ് ആ വിനാശകാരിയായ മിസൈൽ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ലോകരാഷ്ട്രീയം പുതിയ യുദ്ധതന്ത്രങ്ങളിലേക്കും അപ്രതീക്ഷിതമായ കൂട്ടുകെട്ടിലേക്കും വഴിമാറുന്നതിന്റെ കൃത്യമായ സൂചന നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോസ്കോയിൽ വെച്ച് റഷ്യയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച $589 മില്യൺ അതിരഹസ്യമായ ആയുധ ഇടപാട് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്നൊരു നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ തോൾപടക്ക മിസൈലുകളിലൊന്നായ വെർബ വിക്ഷേപണ സംവിധാനങ്ങളും 9M336 മിസൈലുകളും കൈമാറാനുള്ള ഈ കരാർ ഉപരോധങ്ങൾക്കിടയിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് വ്യക്തമാക്കുന്നു. റഷ്യൻ ഔദ്യോഗിക ആയുധ കയറ്റുമതി ഏജൻസിയായ റോസോബോറോൺ എക്സ്പോർട്സും ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവും തമ്മിൽ നടന്ന ഈ ചർച്ചകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. എന്താണ് 9M336 മിസൈലുകൾ? എന്തുകൊണ്ടാണ് ഈ 9M336 മിസൈലുകളെ ലോകം ഇത്ര ഭയക്കുന്നത്? ഇതൊരു സാധാരണ മിസൈലല്ല. റഷ്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സർഫസ് ടു എയർ മിസൈലുകളിൽ ഒന്നായ 9M336നെ മാൻ പാഡ്സ് അഥവാ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. അതായത് ഒരു സൈനികന് തന്റെ തോളിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ഇത് തൊടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിനെ സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ മൾട്ടി സ്പെക്ട്രൽ ഒപ്റ്റിക്കൽ സീക്കർ സംവിധാനമാണ്. 3 വ്യത്യസ്ത തരം സെൻസറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷ്യസ്ഥാനത്തുള്ള വിമാനത്തിൽ നിന്നോ ഹെലികോപ്റ്ററിൽ നിന്നോ വരുന്ന താപത്തെ തിരിച്ചറിയാൻ ഇതിന് അസാമാന്യമായ ശേഷിയുണ്ട്. സാധാരണഗതിയിൽ മിസൈലുകളെ വഴിതിരിച്ചുവിടാൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലെയർസ്, ഈ ഫ്ലെയറുകൾ പോലുള്ള പ്രതിരോധ തന്ത്രങ്ങളെ എളുപ്പത്തിൽ കബളിപ്പിക്കാൻ ഈ മിസൈലിന് സാധിക്കും. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾ എന്നിവയെ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ചാരമാക്കും. ഏത് കാലാവസ്ഥയിലും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. ഇനി ഈ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ വഴക്കമാണ്. കരയിൽ നിന്ന് മാത്രമല്ല, കടലിലെ കപ്പലുകളിൽ നിന്നും വായുവിലെ വിമാനങ്ങളിൽ നിന്നും ഇത് തൊടുക്കാൻ സാധിക്കും. 500 വെർബ വിക്ഷേപണ യൂണിറ്റുകളും 2500 9M336 മിസൈലുകളുമാണ് കരാർ പ്രകാരം ഇറാനിലേക്ക് എത്തുക. 2027 മുതൽ 2009 വരെയുള്ള 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇവ കൈമാറുന്നത്. ഒരു സൈനികന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ആയുധമായതുകൊണ്ട് തന്നെ ഗറില്ല യുദ്ധമുറകളിലും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധത്തിലും ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആധുനിക യുദ്ധക്കളങ്ങളിൽ റേഡാറുകളുടെ കണ്ണിൽപ്പെടാതെ നീങ്ങുന്ന ഡ്രോണുകളെ നേരിടാൻ ഇത്തരം സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ആയുധ ഇടപാടിന് പിന്നിൽ കേവലം സൈനികമായ ആവശ്യങ്ങൾ മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാൻ നേരിട്ട സൈനിക വെല്ലുവിളികൾ ഇതിന് ആക്കം കൂട്ടി എന്ന് വേണം പറയാൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ നീക്കങ്ങൾ തെഹ്റാനെ കൂടുതൽ ജാഗരൂകരാക്കി. ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന ആക്രമിച്ചതായും അത് അവരുടെ ആണവ പദ്ധതികളെ പിന്നോട്ടടിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ തങ്ങൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്നു എന്നാണ് ഇറാന്റെ വാദം. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വന്തം വ്യോമാതിർത്തി സംരക്ഷിക്കാൻ റഷ്യൻ നിർമ്മിത മിസൈലുകൾ അത്യന്താപേക്ഷിതമാണെന്ന് ഇറാൻ മനസ്സിലാക്കിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരിയായി ഒരു നയതന്ത്ര വിജയമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യക്ക് ഇറാന്റെ പിന്തുണ ആവശ്യമാണ്. റഷ്യയുടെ നാവികസേന ഇറാന്റെ സഹകരണത്തോടെ ഒമാൻ ഉൾക്കടലിൽ നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം കാണിക്കുന്നു. ഒരു പ്രതിരോധ കരാർ ഔദ്യോഗികമായി നിലവിലില്ല എങ്കിലും ആപത്ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കുമെന്ന സന്ദേശമാണ് മോസ്കോയും തെഹ്റാനും ലോകത്തിന് നൽകുന്നത്. യുക്രൈൻ യുദ്ധത്തിനിടയിൽ അവർക്ക് ലഭിക്കുന്ന റഷ്യക്ക് ലഭിക്കുന്ന വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ പറയുന്ന $589 മില്യൺ എന്ന് പറയുന്നത്. ഈ കരാർ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു ആശ്വാസമാണ്. ഈ ആയുധ ഇടപാട് പശ്ചിമേഷ്യയിലെ പവർ ബാലൻസിനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ പക്കൽ ഇത്രയധികം അത്യാധുനിക മിസൈലുകൾ എത്തുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമസേനകൾക്ക് വലിയ ഭീഷണിയാണ്. ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യത്തിനും 9M336 മിസൈലുകൾ വലിയൊരു തടസ്സമായി മാറും. മിസൈൽ സാങ്കേതിക വിദ്യയിൽ റഷ്യയ്ക്ക് പിന്നാലെ ഇറാനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് മേഖലയിലെ സംഘർഷങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റും. ഡ്രോണുകളും റോക്കറ്റുകളും വ്യാപകമായി ഉപയോഗിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ ആയുധങ്ങൾ കൈവശമുള്ളത് ഇറാന് വലിയൊരു മേൽക്കൈയും നൽകും. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ചോർന്ന രേഖകൾ പ്രകാരം ഈ കരാർ അതീവ രഹസ്യമായി സൂക്ഷിക്കാനായിരുന്നു ഇരു രാജ്യങ്ങളും ശ്രമിച്ചത്.
2024 ജൂലൈയിൽ ഇറാൻ നൽകിയ പ്രത്യേക അപേക്ഷയിലാണ് ഈ ഇടപാടിന്റെ തുടക്കം ശരിക്കും. യുദ്ധത്തിന്റെ കരിനിഴൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ്. 2027 ആദ്യഘട്ട വിതരണം തുടങ്ങുമ്പോൾ അത് ആഗോള ആയുധ വിപണിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടമല്ല, മറിച്ച് മാറുന്ന ലോക രാഷ്ട്രീയത്തിന്റെ പുതിയ ചേരിതിരിവാണ്. ഇനി ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇറാൻ ഇത്തരത്തിൽ ആയുധങ്ങൾ കുന്നുകൂട്ടിയാൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രയേലിന്റെ ആകാശ ആധിപത്യത്തിന് ഈ മിസൈലുകൾ വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ പക്കൽ ഇത്രയധികം മിസൈലുകൾ എത്തുന്നതോടെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ തീവ്രത നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഒരു ചെറിയ പിഴവ് മതിയാകും ലോകത്തെ വലിയൊരു വിപത്തിലേക്ക് തള്ളിവിടാൻ. ഭാവിയിൽ ഇത്തരം ആയുധ ഇടപാടുകൾ ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നത് നാം ഉറ്റുനോക്കേണ്ട കാര്യമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തളച്ചിടാൻ കഴിയില്ലെന്നും പകരം അവ പുതിയ സഖ്യങ്ങളിലേക്ക് വഴി തുറക്കുമെന്നും ഈ റഷ്യ ഇറാൻ കരാറ് തെളിയിക്കുന്നു. സാങ്കേതികവിദ്യയുടെയും സൈനിക ശക്തിയുടെയും ഈ സംയോജനം വരും ദശകങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിളിക്കുന്ന ഈ സഖ്യം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. 2027 ഈ മിസൈലുകൾ ഇറാന്റെ കൈകളിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ ചതുരംഗ കളിയിൽ ആര് ജയിക്കുമെന്നത് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.